മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. കുറച്ചധികം നേരമായി ലക്ഷ്മി അതിലെയും ഇതിലെയും പോകുന്ന വള്ളികളെല്ലാം ഏറ്റുപിടിക്കുന്നുണ്ട്. ഒരു കാര്യവുമില്ലാത്ത പ്രശ്നങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം ലക്ഷ്മി തന്നെ പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവം ഇതല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടണ്ട എന്ന് കരുതി ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് എന്ന്. എന്നാൽ ലക്ഷ്മി ഇന്ന് ഇടപെട്ട എല്ലാ കേസുകളും ആവശ്യമില്ലാത്ത കേസുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആര്യൻ താഴെ ഇരുന്ന് മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ചപ്പാത്തിക്കുള്ളത്. ആര്യനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അക്ബർ വന്നിരിക്കുന്നു. ഉടനെ ലക്ഷ്മി പറയുന്നത് കൈ കഴുകിയിട്ട് വന്നിരുന്നാൽ മതിയെന്ന്. ഞാൻ കൈ കഴുകിയിട്ടാണ് വന്നിരുന്നതെന്ന് അക്ബർ പറയുന്നുണ്ട്. ഉടനെ ലക്ഷ്മി പറയുന്നത് ഇരുന്നപ്പോൾ ഇടത്തെ കൈ തറയിൽ കുത്തുന്നത് ഞാൻ കണ്ടു, ഒന്നും കൂടി പോയി കൈ കഴുകിയിട്ട് വന്നിട്ടിരുന്നാൽ മതി. ഇങ്ങനത്തെ ഹൈജീൻ ഇല്ലാത്ത ഫുഡ് കഴിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അക്ബർ വാഷ്റൂമിൽ പോയാലും കൈ കഴുകില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അക്ബറിന് ഒട്ടും ഹൈജീൻ ഇല്ല. അക്ബർ ഇനി സാനിറ്റൈസർ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ കൈ കഴുകാതെ നേരെ ഇങ്ങോട്ട് വരുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത്രയും ഹൈജീൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അവിടെയും ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ലക്ഷ്മി പറയുന്നത് അക്ബർ വെസൽ ടീമല്ലേ, ഇപ്പോൾ വെസലൊന്നും കഴുകാനില്ല, സോ പ്ലീസ് ഗെറ്റ് ഔട്ട് ദ കിച്ചൺ എന്നൊക്കെ പറയുന്നു. ഇനി ആരിനെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ കൈ കഴുകിയിട്ടിരുന്നാൽ മതി എന്നൊക്കെ വലിയ പവർ എടുത്ത് പറയുന്നുണ്ട്. എനിക്ക് സൗകര്യമില്ല, എനിക്ക് മനസ്സിലെന്നൊക്കെ അക്ബർ തിരിച്ചു പറയുന്നു. നിനക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ നീ അത് മടക്കിയെടുത്ത് പോക്കറ്റിൽ വെച്ചോ എന്നൊക്കെ അക്ബർ പറയുന്നു. ഉടനെ ലക്ഷ്മി വീണ്ടും വാഷ്റൂമിൽ പോയാൽ കൈ കഴുകാത്ത കാര്യമാണ് എടുത്തിരുന്നത്. ഇപ്പോൾ ചപ്പാത്തി കുഴയ്ക്കുന്ന സമയത്ത് അക്ബർ കൈ കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ലൈവിൽ കാണാവുന്നതാണ്. പിന്നെ അക്ബർ നിലത്തിരുന്നപ്പോൾ കൈ, അതായത് ഇടത്തെ കൈ നിലത്ത് കുത്തിയെന്ന് പറഞ്ഞാണ് ലക്ഷ്മി ഇപ്പോൾ ഈ ഒരു വഴക്കുണ്ടാക്കുന്നതും അക്ബറിന് ഹൈജീൻ ഇല്ല എന്ന് പറയുന്നതും. ലക്ഷ്മി വെറുതെ ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ ഏറ്റുപിടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.